ഹലോ, അപ്പം നമുക്കിന്ന് അത്താഴത്തിന് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഞാൻ കുഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റില്ലേ, അപ്പോൾ അതൊന്ന് വേഗം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിക്ക് ഇന്നും കിട്ടിയത് ഇന്നലെ വാങ്ങിയ ആ കുഞ്ഞ് അയില മീനില്ലേ, അത് തന്നെയാണ് കേട്ടോ കിട്ടിയത്. മീൻ തട്ടിൽ ചെന്നപ്പോഴത്തേക്കും വേറെ മീനൊന്നും എനിക്കത്ര ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഫ്രഷായിട്ട് തോന്നിയത്, അപ്പോൾ അത് തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇന്നലെ വെച്ച കറി മീൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വാങ്ങിയതങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മുളകൊക്കെ പുരട്ടി അതൊക്കെ പൊരിക്കാനായിട്ട് ഇട്ടോ. അപ്പോൾ അമ്മ കൊണ്ടുവന്നൊരു കപ്പ തന്നായിരുന്നേ. അപ്പോൾ എനിക്ക് കപ്പ വേണ്ട, അപ്പം തന്നെ അങ്ങ് പുഴുങ്ങിയൊക്കെ എടുക്കണം. അപ്പം ഞാൻ വേഗം കുറച്ച് കപ്പയും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് അങ്ങ് വെച്ചോട്ടോ. ആ നേരം കൊണ്ട് ചപ്പാത്തിയൊക്കെ വേഗം ചുട്ടെടുത്തേ. അപ്പോൾ കപ്പയ്ക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുത്താലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അയിലക്കുട്ടന്മാരെയൊക്കെ നല്ല പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പ നല്ലതായിട്ട് വെന്ത് കേട്ടോ, നല്ല പുട്ടുപോലെ വെന്തെന്ന് പറയില്ലേ, അതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ കപ്പയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കുറച്ച് ചമ്മന്തിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് വറുത്ത മീനും കൂടി. എപ്പോഴും നമ്മൾ മീൻ കറി കൂട്ടിയല്ലേ കഴിക്കണം, അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിലേ ഇതൊന്ന് കളറാകുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കപ്പയൊക്കെ എടുത്തിട്ട് ആ മുളകിലിട്ടൊക്കെ അങ്ങോട്ട് മുക്കി ഒരു കഷ്ണം വറുത്ത മീനും കൂടി അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതങ്ങ് വായിലേക്ക് വെച്ചാലുണ്ടല്ലോ, എൻ്റെ അമ്മോ സൂപ്പർ ടേസ്റ്റായിരുന്നു.